പെരുമ്പാവൂർ മേതലക്കല്ലിൽ ഗുഹാക്ഷേത്രത്തിലെ ഉത്സവ നടത്തിപ്പ് ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട ബി.ജെ.പി. അഴിമതിക്കാരായ CPM നേതാക്കളെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ കോടതിയെ സമീപിക്കുമെന്ന് ബി.ജെ.പി. അറിയിച്ചു. അഴിമതി പുറത്തു കൊണ്ടുവന്ന വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് ലഭിച്ച 1 മാസമായിട്ടും RDO നടപടിയെടുത്തിട്ടില്ല. സംസ്ഥാന പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച പെരുമ്പാവൂർ മേത്തല കല്ലിൽ ഗുഹാക്ഷേത്രത്തിലെ 2024 തൃക്കാർത്തിക മഹോത്സവം നടത്തിപ്പിൽ CPM പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ആഘോഷ കമ്മിറ്റി നടത്തിയത് വൻ ക്രമക്കേടാണ്. വെട്ടിപ്പും ദൂർത്തും കണ്ടെത്തിയ ക്ഷേത്രത്തിന്റെ റിസീവർ കൂടിയായ അശമന്നൂർ വില്ലേജ് ഓഫീസർ മൂവാറ്റുപുഴ RDOക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. റിപ്പോർട്ടിലെ 2 നിർദ്ദേശങ്ങൾ ഇവയാണ്. 1. അടിമുടി അപാകതകൾ നിറഞ്ഞ 2024 ഉത്സവ നടത്തിപ്പ് സംബന്ധിച്ച് സ്വതന്ത്ര ഏജൻസി അന്വേഷണം നടത്തണം. 2. കണക്കുകൾ പരിശോധിച്ച് അന്വേഷണം പൂർത്തിയാക്കും വരെ 2024 ഉത്സവ കമ്മിറ്റിയിലുണ്ടായിരുന്നവരെ ക്ഷേത്രം ഉപദേശക സമിതിയിലോ ഉത്സവാഘോഷ കമ്മിറ്റിയിലോ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തണം. എന്നാൽ ഈ 2 ആവശ്യങ്ങളും നടപ്പായിട്ടില്ല. വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് സമർപ്പിച്ചത് ജനുവരി 30-ന്. 1 മാസം പിന്നിട്ടിട്ടും റിപ്പോർട്ടിൽ മൂവാറ്റുപുഴ RDO നടപടിയെടുക്കാതെ അടയിരിക്കുകയാണ്. ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ഭരണത്തിന്റെ മറവിൽ അഴിമതിക്കാരായ CPM നേതാക്കളെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ കോടതിയെ സമീപിക്കുമെന്നും BJP വ്യക്തമാക്കി. ഈ 2024 വരവ് ചെലവ് കണക്കുകൾ പരിശോധിപ്പിക്കണമെന്നും കൂടാതെ സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്നും ഈ 24-ലും ഉള്ള ഉപദേശ സമിതി അംഗങ്ങൾ 25-ലും തുടരുന്നുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്നും പറഞ്ഞ് ഒരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കളക്ടർക്ക് RDO കൊടുത്തിട്ടുണ്ട്. 4 വിധേയരായിട്ടും ബഹുമാനപ്പെട്ട RDO ഒരു നടപടിയെ കുറിച്ച് എടുത്തിട്ടില്ല. ഈ പഴയ അഴിമതിക്കാരായ ഉപദേശ സമിതി അംഗങ്ങൾ ഇപ്പോഴും കമ്മിറ്റി തുടരുകയാണ്. അപ്പോൾ ഇവരെ പുറത്തു നിർത്തി ക്ഷേത്രത്തിൻ്റെ പൈസ അടിച്ചു മാറ്റിയ അഴിമതിക്കാരെ മാറ്റി നിർത്തി അവരൊരു വിജിലൻസിന് അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഭരണത്തിൻ്റെ കാര്യം കൊണ്ട് ചിലപ്പോൾ ഇത് നടത്തില്ലായിരിക്കാം. പക്ഷേ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിൽ ഇത് നടന്നില്ലെങ്കിൽ കോടതി മുഖാന്തരം ഇടപെട്ട് ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പറയുകയാണ്. ബില്ലുകളില്ലാതെയും റിസീവർ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്താതെയുമാണ് 30 ലക്ഷത്തോളം രൂപയുടെ വരവ് ചിലവുകൾ CPM പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ഉത്സവാഘോഷ കമ്മിറ്റി 9 മാസങ്ങൾക്ക് ശേഷം അവതരിപ്പിച്ചത്. വഴിപാട് രസീത് ബുക്കുകളിലും ക്രമക്കേട് നടന്നു. 2 ലക്ഷം രൂപ ദേവസ്വം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മുൻകൂറായി ആഘോഷ കമ്മിറ്റി സ്വീകരിച്ചതായും ഈ തുക ബാങ്കിൽ തിരിച്ചടച്ചതായും പൊതുയോഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ തുക തിരിച്ചടച്ചതായി കാണുന്നില്ല. പ്രസാദ ഊട്ടിലുമടക്കം ക്രമക്കേട് നടന്നതായി ക്ഷേത്രം റിസീവർ RDOക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജനം, കൊച്ചി.